ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് ലഭ്യമായിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾ, ഭരണതലപ്പത്തുള്ള ആളുകളൊക്കെ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ നിന്നുള്ള ആളാണ്. അദ്ദേഹം അഗാധമായ ദുഃഖം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ അമിത്ഷാ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഞാൻ സനീഷ് പറഞ്ഞതിനെ കൂട്ടിച്ചേർത്ത് 1-2 കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള പ്രദേശമാണ് ലണ്ടൻ എന്നുള്ളത്, ഗുജറാത്തിൽ നിന്ന്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ് ഈ അഹമ്മദാബാദിനെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുണി വ്യവസായമുള്ളത് മാഞ്ചസ്റ്ററാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തുണി വ്യവസായമുള്ളത് ഈ ഗുജറാത്തികളാണ് ഏറ്റവും കൂടുതൽ തുണി വ്യവസായം മാഞ്ചസ്റ്ററിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചും അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രീം ലൈനർ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് അല്ലെങ്കിൽ ഈ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് തുടർച്ചയായി നടത്തുന്നത്. ഒരു മലയാളി ഇവിടെ നിന്ന് പോകാനുള്ള കാരണമൊക്കെ അതാണ്. അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ഈ അപകടത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ കാരണം എന്നുള്ളതാണ്. നേരത്തെ രണ്ടുപേരും പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഏറെക്കുറെ ശരിയാണെന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. വിമാനം പറന്നുയർന്ന് 30 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ വിമാനം പിന്നീട് അതായത് ഈ മെയ്ഡേ മെസ്സേജ് കൊടുക്കുന്നത്, മെയ്ഡേ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമായ അപകട സാധ്യതയിലേക്ക് വിമാനം പോകുന്നു എന്നുള്ളതാണ് മെയ്ഡേ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മെയ്ഡേ മെസ്സേജ് കൊടുക്കുന്നു. അത് കൊടുത്ത ശേഷം അതിനൊരു മറുപടി നൽകാൻ പിന്നീട് എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് തിരിച്ചുള്ള മറുപടിക്ക് പോലും അതിനൊരു സമയം പോലും ഉണ്ടായില്ല. അപ്പോഴേക്കും അപകടം ഉണ്ടാകുന്നു. അതായത് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് വിമാനം ഇടിച്ചിറങ്ങുന്നത് ആ സെക്കൻഡുകൾക്കുള്ളിലാണ്. അതായത് ഈ വിമാനം പറന്നു പൊങ്ങുന്നു, ടയറുകൾ താഴേക്ക് തന്നെയായിരുന്നു, അതിൻ്റെ ഫ്ലാപ്പുകൾ അങ്ങനെ. അതായത് ഈ വിമാനം പിന്നീട് ലാൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ തന്നെയാണ് പറന്നുയർന്ന് നിൽക്കുന്നതും. ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ കെട്ടിടത്തിന് മുകളിലേക്ക് ലാൻഡ് ചെയ്യുകയാണോ ഇടിച്ചിറങ്ങുകയാണോ എന്നറിയില്ല. എന്നാൽ പോലും അപ്പോഴേക്കും ആ വിമാനം അവിടെ അവസാനിക്കുന്നു. അത് ആ അപകടത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ ആ അപകടത്തിൻ്റെ വലിപ്പം അത് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഒരു പക്ഷേ വിമാനത്തിന് പറന്നുയരാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ പൈലറ്റിൻ്റെ ശ്രമങ്ങളെ തകർക്കുന്ന രൂപത്തിലായിരുന്നു വിമാനം പറന്നുയരാൻ ശ്രമിച്ചത്. പിന്നീട് വിമാനം എങ്ങനെയെങ്കിലും ഉയർത്തുക എന്നുള്ളതുകൊണ്ടാണ് ദൃശ്യത്തിൽ കാണാം. പിൻഭാഗം താഴേക്കും മുൻഭാഗം മുകളിലേക്ക് നിന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഉയർത്താനുള്ള ശ്രമം കൂടി പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുകൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമുള്ളത്. ഏറെക്കുറെ ഹർഷൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരങ്ങൾ അതാണ്. ഇനിയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ. അക്കാര്യത്തിൽ അമിത്ഷാ ഇപ്പോഴും അഹമ്മദാബാദിലുണ്ട്. രാംമോഹൻ നായിഡു പറഞ്ഞിട്ടുള്ളത് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും അഹമ്മദാബാദിലെ വിമാനത്താവള അധികൃതരും ബോയിങ് കമ്പനിയുമായും ടാറ്റയുമായുമുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഒരിക്കലും അപകടത്തിൽപ്പെടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു വിമാനം, അത്യാധുനിക സംവിധാനങ്ങളുള്ള വിമാനമാണ് ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ. ആ പേര് തന്നെ അതാണ്, ഡ്രീം ലൈനർ എന്നുള്ളത് തന്നെയാണ്. ആ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ടാറ്റയുമായിട്ടും എയർ ഇന്ത്യയുമായിട്ടും ഒപ്പം തന്നെ ബോയിങ്ങുമായിട്ടും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ആ ചർച്ചകൾ ഇപ്പോൾ തന്നെ വ്യോമയാന മന്ത്രാലയം തുടക്കമിട്ട് കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഏജൻസി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പ്രാഥമികമായിട്ട് അന്വേഷണം ആരംഭിക്കുന്നത്. അവരും ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ഏതാണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും മറ്റെല്ലാവരും അവിടെയുണ്ട്. ഇന്ന് രാത്രി മുഴുവൻ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകളും അന്വേഷണത്തിൻ്റെ പുരോഗതിയും ഒക്കെ വിലയിരുത്തും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളുടെ ഗണത്തിലേക്ക് പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വിദേശ രാജ്യങ്ങളോടക്കം ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബോയിങ്ങും ടാറ്റയും എയർ ഇന്ത്യയും, ടാറ്റയുടെ കയ്യിലാണ് എയർ ഇന്ത്യ, എന്നാൽ പോലും ടാറ്റയും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. ടാറ്റയോടും എയർ ഇന്ത്യയോടും ഇക്കാര്യത്തിൽ അടിയന്തരമായ വിശദീകരണം നൽകാൻ കൂടി ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരങ്ങൾ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ഇക്കാര്യങ്ങൾ, രക്ഷാപ്രവർത്തനവും തുടർന്നുള്ള കാര്യങ്ങളും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാരോട് പോകാൻ പറഞ്ഞതൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപകടത്തിൻ്റെ മറ്റ് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നാളെ മുതൽ ഇന്ന് രാത്രിയുള്ള ചർച്ചകൾ, നാളെ മുതൽ അന്വേഷണങ്ങൾ, ഇത്രയും ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത, ഈ വിമാനത്തിൻ്റെ അപകടം, ഈ വിമാനത്തിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരുന്നോ, എന്തുകൊണ്ട് വിമാനത്തിന് പറന്നുയരാൻ കഴിഞ്ഞില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് നാളെ എന്തായാലും ഉത്തരമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.